ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രെജീസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നാടൻ രീതിയിൽ കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലിവർ വരട്ടിയതാണ് കേട്ടോ. അപ്പം നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിവർ ഞാൻ 1 കിലോന് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായത് സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, മുളക് പൊടി. നമുക്കൊരു കുക്കർ എടുത്തിട്ട് ആ ലിവർ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിലൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോൾ അതിൽ നല്ലോണം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുത്തിയിട്ടുണ്ട്. കണ്ടോ, അതിൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും സവാളയും ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴണ്ടി വന്നു. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയുടെ പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മുളക് പൊടിയേക്കാൾ കൂടുതൽ കുരുമുളക് പൊടിയാണ് കേട്ടോ അതിലേക്ക് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കണം.
ഇനി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ചെറുതീയിലിട്ടിട്ട് സിമ്മാക്കിയിട്ട് തീയൊന്ന് സിമ്മാക്കിയിട്ട് ഒന്ന് വറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി അതിലത്തെ. അപ്പം നമ്മുടെ ലിവർ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് നാളികേരം കൊത്തിട്ടിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണ്, എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ലിവർ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ ലിവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.